അങ്ങനെ നമ്മുടെ ഓണത്തിനും ക്രിസ്മസിനും ഇടയിലായിട്ട് ഇത്തവണ നമുക്കൊരു ചെറിയ വെക്കേഷനും കൂടിയുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം പൂജ ഹോളിഡേയ്സ്. ഞാൻ ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചിട്ടുള്ള കാര്യമില്ലായിരുന്നു ഇത്രയും അവധി നമുക്ക് പൂജയ്ക്ക് കിട്ടുമെന്ന്. ഈ 2025 പൂജയാണ് ഏറ്റവും കൂടുതൽ അവധികൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആ ഒത്തിരി സന്തോഷം. അങ്ങനെ ഇത്തവണത്തെ പൂജവെപ്പ് എന്ന് പറഞ്ഞാൽ മൺഡേ നമ്മുടെ 29-ാം തീയതി ആയിരുന്നു. എന്തായാലും ഒത്തിരി സന്തോഷത്തോടു കൂടി എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ താമരപ്പൂക്കളും അല്ലാത്തതും ഒക്കെ ഞാൻ പറിച്ച് കുറേ പൂക്കൾ, നമ്മുടെ ഗാർഡനിലുണ്ടായ പൂക്കളാണ് ഇവരെല്ലാവരും. അതെല്ലാം എടുത്ത് നമ്മുടെ പൂജാമുറി, സോ കോൾഡ് പൂജാമുറിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി. നമുക്കിപ്പോൾ ദേവിയാണല്ലോ സെൻറ്ററിൽ വരേണ്ടത്, അപ്പോൾ ദേവീനെയൊക്കെ സെൻറ്ററിലാക്കി ബാക്കി ദൈവങ്ങളൊക്കെ നമ്മൾ സൈഡാക്കി വെച്ചു. പിന്നെ നമ്മുടെ ഓണത്തിന് യൂസ് ചെയ്ത സെയിം പൂമാല യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ആ ഒരു പൂജാമുറി വരുന്ന സ്ഥലത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ടല്ല, എന്നാലും അത് നമുക്ക് പറ്റുന്ന രീതിയിൽ ഞാനും അമ്മയും കൂടെ ഡെക്കറേറ്റ് ചെയ്തു. അങ്ങനെ വീടും ആ മുറി മൊത്തം നമ്മൾ ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൂമാലകളൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മൾ മെനയായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആ 2 റെഡ് മാലകൾ, അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു എങ്കിൽ അതും നമ്മുടെ ഈ ഒരു പൂജയുടെ നമ്മുടെ ഒരു വിളക്ക് പോലെ സംഭവത്തിലൊക്കെ ഇട്ട് നമ്മൾ ഭംഗിയാക്കി വെച്ചു. പിന്നെ ദേവിക്ക് നമ്മൾ മാല കോർത്തുണ്ടാക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ആദ്യം മാല ബൾബ് ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്രിസ്മസിന് യൂസ് ചെയ്ത മാല ബൾബ്. പക്ഷേ അത് ആ ഒരു ഇട്ടപ്പോൾ മാത്രം കത്തിയുള്ളൂ, പിന്നെ കത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അതൊക്കെ കാണിച്ചു തരാം നിങ്ങളുടെ ഫൈനൽ ഔട്ട്ലുക്ക്. ക്രിസ്മസ് വെക്കേഷനും ഓണം വെക്കേഷനും ഈവൻ നമ്മുടെ സമ്മർ വെക്കേഷൻ പോലും കിട്ടാത്ത സന്തോഷമാണ് പൂജ ഹോളിഡേയ്സിന്. കാരണം നമുക്ക് ബുക്കൊന്നും വായിക്കേണ്ട, അങ്ങനെ ഒരു അക്കാഡമിക് സ്ട്രെസ് ചെയ്ത് നമ്മളങ്ങനെ താൽക്കാലികമായിട്ടൊരു ബ്രേക്ക് എടുക്കുന്ന പോലെ ഫീൽ ചെയ്യും. സോ ഗൈസ്, ബാക്കി വിശേഷങ്ങൾ അടുത്ത ബ്ലോഗിൽ പറയാം. ബൈ.